ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദിയുടെയും ഇനി വരാനിരിക്കുന്ന, അതായത് അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളുമായിട്ടാട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പോൾ നമ്മൾ ഇതിൽ ഇടുന്നത് ഗൗതമിന്റെയും നന്ദിയുടെയും കഥ മാത്രമാണ്. പിന്നെ 2-3 ചാനലിനായിട്ട് 2-3 കഥകളൊക്കെ ഇടുന്നുണ്ട്. രേവതിയുടെയും സച്ചിയുടെയും കഥയും ആദർശിന്റെയും നയനിയുടെയും കഥയും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വേണമെന്നുള്ളവർ നമുക്ക് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ലിങ്ക് തരാട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഏതായാലും വിശേഷത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ നമ്മുടെ ഗൗതം ആ ഒരു സത്യമല്ല അറിഞ്ഞിരിക്കുന്നത്, തെറ്റിദ്ധാരണയുടെ പുറത്ത് തെറ്റിദ്ധാരണ ഉണ്ടാവുകയാണ്. കാരണം എങ്ങനെ ആ ഒരു കുഞ്ഞുണ്ടായി, ഗൗരി എന്ന് പറയുന്ന കുഞ്ഞ് നമ്മുടെ നന്ദയ്ക്ക് എങ്ങനെ ജനിച്ചു? ഡോക്ടർ പറഞ്ഞത് വൈദ്യശാസ്ത്രത്തെ തിരുത്തിക്കൊണ്ട് അങ്ങനെ ഒരു കുഞ്ഞുണ്ടാകാൻ വഴിയില്ല എന്നും നമ്മുടെ ഗൗതത്തിനറിയാം. അങ്ങനെ ഗൗതം മാറിയും തിരിഞ്ഞും കിടന്നും ഇരുന്നും ഒക്കെ ചിന്തിക്കുകയാണ്, ആ കുഞ്ഞിനിപ്പം ദത്തുപുത്രിയാണോ? നമ്മുടെ ഗൗതം എടുത്തതുപോലെ തന്നെ ഒരു ദത്തുപുത്രിയാണോ ആ കുഞ്ഞ്? പക്ഷെ ആ കുഞ്ഞിന് ആരുടെ ഷേപ്പുണ്ട്? നമ്മുടെ നന്ദയുടെ തന്നെ ഷേപ്പും ഉണ്ട്. അപ്പം ആദ്യം മുതൽക്ക് തന്നെ ആ കുഞ്ഞിനെ കണ്ടപ്പം മുതലേ തന്നെ നമ്മുടെ ഗൗതമിന്റെ ഉള്ളില് നമ്മുടെ നന്ദയുടെ ആ ഒരു ചെറിയ ഷേപ്പൊക്കെ തോന്നിയിരുന്നു. അപ്പൊ ഇത് നന്ദയുടെ കുഞ്ഞ് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ് നമ്മുടെ ഗൗതം. അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ മൂലം നമ്മുടെ ഗൗതത്തിന് നമ്മുടെ നന്ദേനെ അംഗീകരിക്കാനോ പിന്നെ പോയി കാണുവാനോ ഒന്നും തോന്നുന്നില്ല. ആ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് നന്ദുമോൻ എണീറ്റ് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ്, എന്താ അച്ഛ എന്താ ഇങ്ങനെ കാണിക്കുന്നത്? എൻ്റെ ഇഷ്ടങ്ങളെല്ലാം അച്ഛൻ നേടിത്തരുന്നതല്ലായിരുന്നു, പിന്നെ എന്താ അച്ഛന് പറ്റിയത്? അച്ഛനും അതുപോലെ ഗൗരിയുടെ അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വരെ ആ കുട്ടി ചോദിച്ചു. അപ്പൊ ഇത് കേട്ടപ്പം നമ്മുടെ ഗൗതമിന്റെ ഉത്തരം മുട്ടിപ്പോവോ, എന്ത് പറയണമെന്ന് ഗൗതമിന് അറിയില്ല. ഗൗതം പറഞ്ഞു, ദേ വലിയ വർത്താനം പറയരുത്, ചെറിയ വായില് മിണ്ടാതിരുന്നോണെന്നും പറഞ്ഞ് കുഞ്ഞിനെ ഇങ്ങനെ ഷൗട്ട് ചെയ്ത്, നമുക്ക് ദേഷ്യം വരുമ്പോൾ പിള്ളേരെ ഷൗട്ട് ചെയ്ത് പിള്ളേരുടെ വായടപ്പിക്കുമല്ലോ, അതുപോലെ വായടപ്പിക്കുകയാണ്. അപ്പൊ ഇതേ ചോദ്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഗൗരിയും അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അമ്മയ്ക്ക് പറ്റിയത്? എന്താണ് അമ്മ പപ്പയെ കണ്ടിട്ട് ഓടിച്ചു വിട്ടത്? അല്ല, പപ്പ ഓടിപ്പോയത്. അപ്പൊ ഈ പപ്പ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇതുകൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്കും സമനില തെറ്റിപ്പോവുക നമ്മുടെ നന്ദയുടെ. നിർത്തുന്നുണ്ടോ ഗൗരി? നീ നിന്റെ ഏതു പപ്പ? അതെ, അത് ആ നന്ദു എന്ന് പറയുന്ന കൊച്ചിന്റെ പപ്പയാ, നിന്റെ പപ്പയല്ല. നീ പിന്നെ ഇതിന് ഈ പപ്പ എന്ന് പറയുന്നത്? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, സാധാരണ എൻ്റെ കൂട്ടുകാരികളുടെ പപ്പമാരെയും അമ്മമാരെയും ഒക്കെ നമ്മളും അങ്ങനെയാണല്ലോ വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ വിളിച്ചത് അമ്മ പപ്പാന്ന്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടും അല്ലാന്ന് പറയുമ്പോൾ നിന്റെ അധിക പ്രസംഗം നിർത്തിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ആ കുഞ്ഞിനെ ഇങ്ങനെ ഷൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്താട്ടെ പിങ്കിക്കാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് നമ്മുടെ ഗൗതം ഇട്ട് എടുക്കണില്ല. അതിന്റെ ഒരു അങ്കലാപ്പിലാണ് പിങ്കി. അപ്പൊ പിങ്കി ഈ കാര്യം ലക്ഷ്മിയോട് പറയാണ് കേട്ടോ. എന്താണെന്ന് അറിയില്ല, ഫോണ് വിളിച്ചിട്ട് എടുക്കുന്നില്ല, എന്താണെന്ന് അറിയില്ല, എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ തോന്നുന്നു. അല്ലെങ്കിൽ ഇവിടുന്ന് ഗൗതം പോയപ്പോൾ മുതൽ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അമ്മായി. എനിക്കറിയില്ല ലക്ഷ്മി അമ്മായി, വല്ലാത്തൊരു പരിഭ്രമമൊക്കെ തോന്നുന്നു. ഞാനൊന്ന് പോയി തിരക്കിയാലോ? അപ്പൊ മോക്ക് സ്ഥലം അറിയാമോ? അത് പിന്നെ സ്ഥലം ശാന്തിപുരമാണല്ലോ, അതെനിക്കറിയാലോ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ശാന്തിപുരത്ത് ഇങ്ങനെ ഒരു ഡോക്ടർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞപ്പം, അതെങ്ങനെ ശാന്തിപുരത്ത് എത്ര ഡോക്ടർമാർ കാണും? പിങ്കി, നീ എന്താ ഈ പറയുന്നത്? നീ നിൽക്കവിടെ, ഞാനൊന്ന് ഫോൺ വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതമിനെ ഫോൺ വിളിക്കുകയാണ് പിങ്കി. പിങ്കി അല്ല, ലക്ഷ്മി അങ്ങനെ ഫോൺ വിളിച്ചപ്പോഴും നമ്മുടെ ഗൗതം ഫോൺ എടുക്കണില്ല. അപ്പൊ ലക്ഷ്മി പറഞ്ഞു, ശരിയാണല്ലോ മോളെ, ഇത് എന്താ ഫോൺ എടുക്കാത്ത? ഇനിയിപ്പോ എന്തെങ്കിലും സാഹചര്യം ആണെങ്കിൽ കൂടി അവൻ ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നതാണല്ലോ. നമ്മളിങ്ങനെ മാറിയും തിരിഞ്ഞും വിളിക്കണം എന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഉണ്ടെന്ന് അറിയാലോ. അപ്പൊ എന്തു പറ്റി? എന്തായിരിക്കും ഫോൺ എടുക്കാത്തതെന്നുള്ളൊരു സംശയം ലക്ഷ്മിയിലും ഇങ്ങനെ വരികയാണ്. അപ്പൊ ലക്ഷ്മി പറഞ്ഞു, എങ്കിൽ പിന്നെ മോളെ പിങ്കി ഒരു കാര്യം ചെയ്യ്, നീ ചെന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കുക, അവിടെ എന്താ സംഭവം നീ പോയി അന്വേഷിക്കുക. നീ അങ്ങനെ അതായത് നമ്മുടെ പിങ്കിക്ക് അങ്ങനെ പേടിയൊന്നുമില്ലല്ലോ. അപ്പൊ പിങ്കി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. പിങ്കി രണ്ടും കൽപ്പിച്ച് ഇറങ്ങുകയാണ്. നമ്മുടെ നന്ദുവിനെ കാണാഞ്ഞിട്ടും പിങ്കിക്ക് വിഷമമാണ്, ഗൗതമിനെ കാണാഞ്ഞിട്ടും വിഷമമാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ പിങ്കി എന്ത് ചെയ്യുന്നു? നേരെ ശാന്തിപുരത്തേക്ക് തിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഗൗതമും അതുപോലെ നന്ദുവും കൂടി അവിടെ നിന്ന് തിരിച്ചു പോരാൻ തുടങ്ങുമ്പോഴാണ് അവിടെ കുറച്ച് ഗുണ്ടകളൊക്കെ കൂടി നമ്മുടെ ഗൗതമിനെ എന്താ പറയുക ആക്രമിക്കാൻ വരുന്നത്. അപ്പം ഗൗതമിനെ ഇത് ആക്രമിക്കാൻ കുറച്ച് ഗുണ്ടകളൊക്കെ കൂടി വരുന്നു, ഗൗതമിനെ ആക്രമിക്കുന്നു. ഗൗതം ഹോസ്പിറ്റലിലാകുന്നു. അപ്പം ഗൗതം ഹോസ്പിറ്റലിലാകുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നന്ദയ്ക്ക് അറിയാം, നന്ദയുടെ ഹോസ്പിറ്റൽ തന്നെയാണല്ലോ അത്. അപ്പം
അവിടെയാണ് കൊണ്ടു ചെല്ലുന്നത്. അപ്പൊ നന്ദ അവിടെയാണ് ഉള്ളത്. അപ്പൊ നന്ദയുടെ അങ്ങോട്ട് തന്നെയാണ് നമ്മുടെ ഗൗതമിനെ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന്. ആകെ മൊത്തം മുറിവുകളൊന്നും ഇല്ല എങ്കിലും, ദേഹത്ത് മുറിവുകളൊന്നും ഇല്ലെങ്കിലും ചെറിയ ചതവൊക്കെയാണ് ശരീരത്ത് മുഴുവനും. ഇതേസമയം നമ്മുടെ നന്ദയ്ക്ക് ചികിത്സിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഒരു ഡോക്ടറാണല്ലോ, ഡോക്ടറിൻ്റെതായ എത്തിക്സുകൾ കുറെ ഉണ്ട്, അതൊക്കെ പാലിക്കണം നമ്മുടെ നന്ദയ്ക്ക്. അപ്പൊ നന്ദ എന്ത് ചെയ്തു? നന്ദ ആ ഒരു ഇതൊക്കെ ചെയ്യുകയാണ്, ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി. ഏതായാലും ആ സമയം ബോധമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഈ വിവരം എങ്ങനെയൊക്കെയോ നമ്മുടെ പിങ്കി അറിയുകയാണ്. അപ്പൊ പിങ്കിനെ വിളിച്ചു പറയുന്നത് വേറെ ആരും അല്ല കേട്ടോ, നമ്മുടെ നന്ദു തന്നെയാണ് പിങ്കിനെ വിളിച്ചു പറയുന്നത്. അമ്മ ഇങ്ങനെ ഹോസ്പിറ്റലിലാണ്, അച്ഛൻ ഇങ്ങനെ ഹോസ്പിറ്റലിലാണ് ഉള്ളതെന്ന്. അപ്പൊ അവിടുന്ന് പിങ്കി പുറപ്പെട്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പിങ്കി നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ഹോസ്പിറ്റലിലേക്ക് പിങ്കി വരുന്നു. പിങ്കി കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഗൗതം ഇങ്ങനെ കിടക്കുകയാണല്ലോ. പിങ്കിയുടെ ചങ്ക് തകർന്നു പോയി. പിങ്കിയുടെ ചങ്ക് തകരണമല്ലോ, പിങ്കി അങ്ങനെയാണല്ലോ. ഏതായാലും ഒരു കെട്ടിപ്പിടിക്കാൻ കിട്ടുന്ന ഒരു അവസരം പോലും നമ്മുടെ പിങ്കി പാഴാക്കില്ല. നമ്മുടെ പിങ്കി ഓടിച്ചെന്നങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. ഗൗതം ഇങ്ങനെ കിടക്കുന്നു. ഗൗതമിന്റെ നെഞ്ചിൽ ഇങ്ങനെ തല വെച്ചിട്ട് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ നന്ദ കയറി വരുന്നത്. അപ്പൊ അവിടെ പിങ്കിയുണ്ട്, ഗൗതമുണ്ട്, നന്ദുമോനുണ്ട്. ഇവര് മൂന്നുപേരെയും കൂടെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കിയുടെ സമനില അങ്ങോട്ട് പോയി. നമ്മുടെ പിങ്കിക്ക് പിങ്കി അല്ലാട്ടോ കയറി വരുന്നത്, സോറി നന്ദ, പേര് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പൊ നന്ദയുടെ സമനില അങ്ങോട്ട് പോയി. നന്ദ ഇങ്ങ് കയറി വന്നപ്പോഴത്തേക്കും പിങ്കി ഇങ്ങനെ ചെങ്കിൽ കിടക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ തെറ്റിദ്ധാരണ ഒന്നും കൂടി ഉറപ്പിക്കുകയാണ്. അപ്പം ഇവരുടെ കുഞ്ഞാണ് ഈ പറയുന്ന നന്ദുമോന്. അപ്പൊ ഇവരുടെ കുഞ്ഞ് തന്നെയാണ് എന്ന് 100% ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കയ്യിലിരുന്ന ഒരു ടെലസ്കോപ്പ് താഴേക്ക് വീണു നമ്മുടെ നന്ദ അവിടെ നിന്ന് എന്താ ചലിക്കാൻ പോലും പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ വെളിയിലേക്ക് പോകുന്നു. പിന്നെ നമ്മുടെ നന്ദയ്ക്ക് എന്താണെന്നറിയില്ല, നന്ദയ്ക്ക് വീണ്ടും ഗൗതമിനോട് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ കൂടി കലർന്നൊരിത്, വല്ലാത്തൊരവസ്ഥ. ഈ സമയത്തായിട്ട് വീണ്ടും നമ്മുടെ ഗൗരിമോള് വിളിക്കുന്നുണ്ട് നന്ദുവിനെ. അപ്പൊ നന്ദുവിനെ ഫോൺ വിളിക്കുകയും നന്ദു ഫോൺ എടുക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ അമ്മയും ഇവിടെ ഉണ്ട്, എൻ്റെ അമ്മ വന്നിട്ടുണ്ട്, അച്ഛന് അച്ഛൻ എന്നല്ല, പപ്പായ്ക്ക് ആക്സിഡന്റ് ആയി എന്നൊക്കെ ഈ കുട്ടി പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദേനെ ഇങ്ങനെ പ്രഷർ ചുമത്താണ്. നമുക്ക് പോകാം, കാണാൻ പോകാം അമ്മേ, എനിക്ക് നന്ദുവിന്റെ പപ്പനെ കാണാൻ തോന്നുന്നു, എനിക്ക് പപ്പനെ ഇപ്പൊ കാണണമെന്ന് പറഞ്ഞോണ്ട് വീണ്ടും നമ്മുടെ നന്ദയ്ക്ക് കലി വന്നിട്ട്, നീ മിണ്ടാതിരിക്കുന്നുണ്ടോ, നിനക്ക് എന്തിന്റെ സൂക്കേടാണെന്നൊക്കെ പറഞ്ഞോണ്ട്. അപ്പൊ നമ്മുടെ നിർമ്മൽ എത്തി. അപ്പൊ നിർമ്മൽ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നിർമ്മല് കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ് കേട്ടോ. നിർമ്മലിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ഇങ്ങനെ ഹോസ്പിറ്റലിലാണ്, ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു എന്ന് പറഞ്ഞപ്പം നമ്മുടെ നിർമ്മലും വല്ലാതെ അങ്ങ് തളർന്നു പോകുന്ന ഒരു അവസ്ഥ. കാരണം നിർമ്മല് നമ്മുടെ പിങ്കിനെ മനസ്സിൽ കൊണ്ട് നടന്ന സമയം ഉണ്ടായിരുന്നുവല്ലോ. അതുമല്ല, പിങ്കി തനിയാണ്, പിങ്കി ഇപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ ഒരു ചെറിയൊരു ഇതും, തൻ്റെ മനസ്സിലൊരു സ്നേഹം കാണുമായിരിക്കും എന്നൊക്കെ ഒരു ചെറിയതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ നിർമ്മലും ആകെപ്പാടെ തകർന്നു പോകുന്നു. ഈ സങ്കടം പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ എന്ത് ചെയ്യുക, നിർമ്മലിനെ കെട്ടിപ്പിടിച്ച് കരയുക. അത് വേറെ ഒന്നും കൊണ്ടുമല്ല, ഒരു സഹോദരൻ എന്ന ഇപ്പൊ നമ്മുടെ ഒരു ആങ്ങളേനെ നമ്മൾ കെട്ടിപ്പിടിച്ച് നമുക്ക് സങ്കടം വരുമ്പോൾ കരയുന്നത് പോലെ തന്നെയാണ് നിർമ്മലിനെ കെട്ടിപ്പിടിച്ച് കരയുന്നത്. പക്ഷേ അവിടെ വേറൊന്ന് സംഭവിക്കുന്നു. നമ്മുടെ ഗൗതം ഇതിനിടയ്ക്ക് നന്ദേനെ കാണാൻ വന്നിരുന്നു. സത്യങ്ങളൊക്കെ തുറന്നു പറയണം, ഇത് തൻ്റെ കുഞ്ഞല്ലെന്ന് തുറന്നു പറയണം, നിനക്ക് എന്തു പറ്റി, അതുപോലെ നമ്മുടെ നന്ദയുടെ സത്യങ്ങളൊക്കെ കേൾക്കണം, ഇനിയിപ്പോൾ താൻ വിചാരിക്കുന്നതിലപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയണമെന്ന് ഓർത്ത് തന്നെയാണ് നമ്മുടെ നന്ദനെ കാണാൻ വേണ്ടി ഗൗതം അങ്ങോട്ടേക്ക് വരികയും ഈ കാഴ്ച കാണുകയും ചെയ്യുന്നത്. പിന്നെ പറയാനുണ്ടോ, അവൾ എന്നെ ചതിച്ചില്ലേ, അപ്പൊ ഞാൻ അവളെ ഇത്രയും നാൾ അവളെ എൻ്റെ മനസ്സിൽ മരിച്ചു പോയി എന്ന് വിചാരിച്ചവളെ എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ടു നടന്നു. എന്നെ സ്നേഹിച്ച പിങ്കിയെ ഞാൻ വെറുത്തു, അതിനെന്തർത്ഥമാണുള്ളത്? അപ്പൊ ഞാൻ ഇവളെ കൊണ്ടു നടന്ന ആ ഒരു സ്നേഹത്തിന് സത്യമില്ലാതായി പോയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ പറയുക, നമ്മുടെ നന്ദേനെ വീണ്ടും വീണ്ടും വെറുക്കുന്ന അത്രയ്ക്കും ആ ഒരു ഇതായി പോയി നമ്മുടെ ഗൗതമിന്. കാരണം ഈ ഒരു കാഴ്ചയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും, അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, തെറ്റിദ്ധാരണയുടെ മേൽ തെറ്റിദ്ധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നുകൂടി ആകെപ്പാടെ ആ കുട്ടികളുടെ കാര്യം വഷളാവുകയാണ്. അപ്പം കുട്ടികൾക്ക് തമ്മിൽ കാണാനും പറ്റുന്നില്ല, ഇവര് തമ്മിലുള്ള പ്രശ്നം കാരണം തുറന്നു പറയുന്നുമില്ലാത്തൊരവസ്ഥ. പിന്നെ നമ്മുടെ ഹിന്ദി വേർഷനിൽ കാണിക്കുന്നതെന്ന് പറയുന്നത്, നിർമ്മല എന്ന ഒരു കഥാപാത്രം അതിനകത്തില്ല. അപ്പൊ അതിൽ കാണിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നന്ദയും നിർമ്മലും വിവാഹം കഴിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നന്ദയും നിർമ്മലും വിവാഹം കഴിച്ചിട്ട് ഇവരെ എന്തോ നാടക വിവാഹമാണ്, അപ്പൊ ഇവരെ കാണിക്കാൻ വേണ്ടി എന്തോ ഒരു വിവാഹം കഴിക്കുന്നതാണ്. അത് നിർമ്മലില്ല കേട്ടോ, അതിന് വേറൊരു വില്ലനാണ് കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിപ്പം ഹിന്ദി വേർഷൻ ആയതുകൊണ്ട് നമുക്ക് മലയാളത്തിൽ അങ്ങനെയല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആകുമെന്ന് പറയാനും പറ്റില്ല, അതോ ഇനിയിപ്പോ അങ്ങനെ ആവുമോ എന്ന് പറയാനും പറ്റില്ല.
അപ്പൊ ഏതായാലും ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷം തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ നന്ദ ജീവിച്ചിരിക്കുന്നു എന്ന സത്യം ലക്ഷ്മിയും മോഹിനിയും ഒക്കെ എല്ലാവരും അറിയുന്നു. അങ്ങനെ മോഹിനിയും ലക്ഷ്മിയും കൂടി നമ്മുടെ മോഹിനിയും പവിത്രയും കൂടി നമ്മുടെ നന്ദേനെ കൊണ്ടുവരാനുള്ള കുറച്ച് പ്ലാനുകളൊക്കെ അവിടെ നടത്തുന്നുണ്ട്. പക്ഷെ ലക്ഷ്മിക്ക് അപ്പോഴും അവിടെ നന്ദേനെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. കാരണം സ്വന്തം കുഞ്ഞിനെ കൊലക്കി കൊടുത്തവള് എന്നുള്ള പേര് നമ്മുടെ നന്ദയ്ക്ക് വീണുപോയി. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്മിക്ക് നന്ദേനെ അംഗീകരിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയും, നമ്മുടെ ഗൗതമിനോട് ഒരിക്കലും അവളെ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള സംസാരങ്ങളും ഒക്കെയാണ് ഇനിയിപ്പോ നമ്മുടെ ഇന്ത്യവരം വീട്ടിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വിശേഷമാണ് കേട്ടോ നമ്മൾ അടുത്ത ആഴ്ച ഇനി കാണാൻ പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചേക്കണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇടുന്ന നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിൽ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ എത്തുകയും അതിനോടൊപ്പം തന്നെ അപ്പം തന്നെ നിങ്ങൾക്ക് കയറി കാണാനും സാധിക്കും. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബെല്ലിൽ, അതായത് നമ്മുടെ ആ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അപ്പോൾ അതിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.